അങ്ങനത്തെ ഒരു കാലഘട്ടം എത്തിപ്പോയി. ഉമ്മ, ആ ഉമ്മ എന്ന് പറയുന്നത് വളരെ പവിത്രമുള്ള ഒരു സാധനമാണ്. ആ 10 മാസം വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഉമ്മ ഗർഭം ചുമന്നാണ് നമ്മളെ വല്ലാതെ ഗർഭം ചുമന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മളെ പോറ്റി വളർത്തി ഇത്രയും നിലയ്ക്ക് എത്തിയത്. നമ്മളൊക്കെ ഇച്ചിരി അങ്ങോട്ട് ഗ്ലാമറൊക്കെയായി മൂക്കിന് താഴെ ഇച്ചിരി പൂടെയൊക്കെ ഒന്ന് കിടിച്ചപ്പോ നമുക്ക് പിന്നെ മാതാപിതാക്കളൊരു ബുദ്ധിമുട്ടായി. അവരൊക്കെ ഇച്ചിരി തൊലിയൊന്ന് ചുളുങ്ങി, അവരെ ഗ്ലാമറൊക്കെ ഒന്ന് പോയപ്പോൾ അവരെ നമുക്കൊരു പഴയ സാധനം പോലെ നമ്മൾ പിന്തള്ളുകയാണ്. അവര് നമ്മൾ പഴയ സാധനം പോലെ നമ്മൾ പിന്തള്ളിക്കളയാണ്. പാടില്ല മക്കളെ, മാതാപിതാക്കൾ നമ്മളെ സ്വർഗമാണ്. അതല്ലേ ഒരിക്കൽ നമ്മളെപ്പോലെ ഭയങ്കര തലയിൽ അങ്ങോട്ട് സൂഫിസം കയറിയ മനുഷ്യന്മാരെ കണ്ടു. സൂഫിസം തലയിൽ കയറുമ്പോൾ പിന്നെ അവർ അല്ലാഹ് 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 എന്നൊരൊറ്റ ചിന്ത മാത്രം. അങ്ങനെയുള്ളൊരു മഹാനുണ്ടായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന് കഅബാലയം കാണാൻ ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഉമ്മയോട് പറഞ്ഞു, വൃദ്ധയായ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്കൊന്ന് ഹജ്ജിന് പോകണം, ഉമ്മയുടെ അനുവാദം വേണം. ഉമ്മ പറഞ്ഞ്, പറ്റില്ല മോനെ, ഞാൻ ഒരുപാട് വയസ്സായി, എനിക്ക് എന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മോന്റെ സഹായം വേണം. അപ്പൊ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ മോന് ജിഹാദ് കൂടി. കഅബാലയം കൽബിലങ്ങ് ഉറച്ചുപോയി. ഹബീബിന്റെ റൗളാ ശരീഫ് മനസ്സിലങ്ങ് ഉറച്ചുപോയി. അത് കണ്ടിട്ടല്ലാതെ ഇന്ന് സമാധാനമില്ല. ഉമ്മയുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് മകൻ അങ്ങിറങ്ങിയാണ്. അതാ ഉമ്മയിതാ മകൻ പോകുന്ന സമയത്ത് മകന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് അതാ 2 കൈയും അല്ലാഹുവേ ഉയർത്തിയിട്ട് പറയുന്നു, അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ ജല്ല ജലാലായ തമ്പുരാനെ, എന്റെ മകനിതാ എന്നെ അനുസരിക്കാതെ എന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ ഹജ്ജിനിറങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ, എവന് നീ അർഹമായ ശിക്ഷ നൽകണേ അല്ലാഹ്. ആരൊക്കെ? ഉമ്മാനോട് ദ്വാരുന്നു. ഈ മകനിതാ യാത്ര ചെയ്യുകയാണ്. അന്നൊക്കെ നടന്നാണ് ഹജ്ജിന് പോകുന്നത്. അങ്ങനെ നടന്ന് പതിരായപ്പോൾ ഒരു പള്ളിയുടെ അടുത്തെത്തി. ആ പള്ളിയിൽ കയറി കുറച്ചു നേരം അമൽ ചെയ്ത് നിസ്കരിച്ച് രാവിലെയാകുമ്പോൾ വീണ്ടും നടക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി അതാ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി നിസ്കാരം തുടങ്ങി. അങ്ങനെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകനായ അല്ലാഹുവിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ അടുത്തുള്ള വീട്ടിൽ ഒരു കള്ളൻ കയറിയ വിവരമറിയുകയാണ്. അടുത്തൊരു വീട്ടിൽ കള്ളം കയറി. അങ്ങനെ ആൾക്കാർ കള്ളനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും പല ഭാഗത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ആ പള്ളിയുടെ അടുത്തേക്കാണ് കള്ളം പോയത്, പള്ളിയുടെ ഭാഗത്തേക്കാണ് കള്ളം പോയത്. അങ്ങനെ എല്ലാവരും പള്ളിയുടെ അടുത്തേക്ക് കൂടി. അങ്ങനെ വന്ന് പള്ളി തുറന്നു നോക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പോഴാ കൂട്ടത്തിൽ നിന്ന് പറയടാ കള്ള, നീ വീട്ടിൽ കക്കാൻ കയറിയിട്ട് ഇവിടെ വന്ന് നീ സായിഹായ, നീ എന്ത് നിസ്കരിക്കുന്ന? പിടിച്ചുകൊണ്ട് അവിടുത്തെ രാജാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. രാജാവിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് കൽപ്പിക്കുകയാണ്, ഇവന്റെ കൈയും കാലും കണ്ണും എല്ലാം ഛേദിച്ചു കളയാൻ കൽപ്പിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത അതേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ മനുഷ്യനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2 റഹ്മത്തുകളായ 2 കണ്ണുകളെയും ചുരുണ്ടെടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് രാജാവ് പറയുന്നു, ഇവനെ ഒരു കമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് കമ്പോളത്തിലൂടെ കൊണ്ടുപോയിട്ട് പറയണം, അതാ ജസാഉ ശാരിഖ്, ഇത് മോഷ്ടാവിനുള്ള ശിക്ഷയാണ് എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകണമെന്ന് രാജാവ് കൽപ്പിക്കുകയാണ്. ഭടന്മാരങ്ങനെ കൊണ്ടുപോവുകയാണ്. അതാ കമ്പോളത്തിലൂടെ കമ്പോളത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഭടന്മാരെ വിളിച്ചു പറയുകയാണ്, ഇത് കള്ളന്മാർക്കുള്ള ശിക്ഷയാണ്. അപ്പോൾ ആ മഹാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയല്ലേ, നിങ്ങൾ മറിച്ച് നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഉമ്മയുടെ അനുവാദമില്ലാതെ ഹജ്ജിന് പോകുന്നവർക്കുള്ള ശിക്ഷയാണ്, ഉമ്മയെ ധിക്കരിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്, ഉമ്മയെ കുറ്റം പറയുന്നവർക്കുള്ള ശിക്ഷയാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ഈ വാക്ക് കേട്ട് ഭടന്മാർ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഭടന്മാരങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു.
അങ്ങനെ ഉമ്മ വീണ്ടും ദ്വാരക്കുകയാണ്. ഉമ്മ അറിയുന്നില്ല മകൻ ഗേറ്റിന്റെ അടുത്ത് വന്ന കാര്യം. ഉമ്മ വീണ്ടും അല്ലാഹുവിനോട് ദ്വാരക്കുന്നു. അർഹമും റഹീമുമായ അല്ലാഹ്, എന്റെ മകന് നീ ശിക്ഷ കൊടുത്തെങ്കിൽ അവനെ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. അതാ ഉമ്മ അങ്ങോട്ട് ദ്വാരീരുന്നതും അതാ ഗേറ്റിന്റെ അടുത്ത് നിന്ന് വിളിക്കുന്നു, ഓ വീട്ടിന്റെ ഉടമസ്ഥരെ, എനിക്ക് നിങ്ങളെ വല്ലതും തരണേ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായേ, വല്ലാതെ വയറുവിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരണേ. അപ്പോൾ ആ ഉമ്മ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരിക. ഉമ്മ അറിയുന്നില്ല കാലില്ലാത്ത സ്വന്തം മകനാ വന്നിരിക്കുന്നത്. ഉമ്മ വിചാരിച്ചിരിക്കുന്ന പിച്ചക്കാരനാണെന്നാണ്. അങ്ങനെ ഉമ്മ പറയുന്നു, നിങ്ങൾ അടുത്തേക്ക് നടന്നു വരിക. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, എനിക്ക് നടന്നു വരാൻ എനിക്ക് കാലില്ല. അപ്പോൾ ആ ഉമ്മ വീട്ടിൽ നിന്ന് പറയുകയാണ്, എങ്കിൽ നിങ്ങൾ ആ കൈ ഇങ്ങോട്ട് നീട്ട്. അപ്പം പറയുന്നു, എനിക്ക് 2 കൈയുമില്ല. അപ്പോൾ ആ ഉമ്മ പറയുകയാണ്, ഞാൻ ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി വന്നാൽ നീ എന്നെ കാണുമല്ലോ, അത് ഹറാമല്ലേ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത് സഹോദരിമാരെ. വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കല്യാണം വിളിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ കറണ്ട് ബില്ലേതാൻ വന്നാൽ, ഗ്യാസ് ശരിയാക്കാൻ വന്നാൽ, നമ്മൾ തലയിൽ തുണിയില്ലാതെ, നെഞ്ചത്ത് തുണിയില്ലാതെ, നമ്മളൊരു ലജ്ജയുമില്ലാതെ നമ്മൾ അവരുമായി തുറ പറയാതിരിക്കില്ലേ? ഇതേത് ഇസ്ലാമാണ് പെണ്ണെ നിനക്ക് പഠിപ്പിച്ചത്? ഏത് നബിയാണ് നിന്നെ പഠിപ്പിച്ചത്? അതേ അന്നറു ഐനൈനി സിനാ എന്ന് പഠിപ്പിച്ച മുത്ത് നബിയാണ് പറയുന്നത്, പെണ്ണെ നോട്ടം കണ്ണിന്റെ വിചാരമാണ്. നീ ഔറത്ത് കാണിച്ചുകൊണ്ട് റോഡിലൂടെ ഇറങ്ങി നടന്നാൽ അല്ലാഹു ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിന്നെ ശപിക്കില്ല പൊന്നുപോലെ. എന്തിനാണ് പെണ്ണെ നീ ശാപം മേടിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ശാപം മുഴുവനും നീ മേടിച്ചു വെക്കുന്നത്? നാളേകനായ അല്ലാഹുവിന്റെ നിക്കാഹ് കാണേണ്ടതല്ലേ? മുത്തുനബിയെ കാണിക്കത്തില്ലേ? നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഫോട്ടോ കാണിക്കില്ലേ? അപ്പോൾ എന്റെ മുത്തുനബിയാണ്, എന്റെ മദീനയിലെ രാജാവാണ്, ഞാൻ വളരെ സ്നേഹിച്ച എന്റെ മുത്തുനബിയാണെന്ന് പറയേണ്ട പെണ്ണെ. അങ്ങനെ എന്റെ വിഷയം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയാ ഉമ്മ പറയുന്നു, നിന്നെ ഞാൻ കാണില്ലേ? അപ്പോൾ ആ മഹദി മാൻ പറയുകയാണ്, ഞാൻ അതുകൊണ്ട് ഉമ്മ വിഷമിക്കേണ്ട. കാരണം ഞാൻ ഉമ്മയെ കാണില്ല, കാരണം എനിക്ക് 2 കണ്ണുകളുമില്ല. അങ്ങനെ ഒരു കഷ്ണ റൊട്ടിയും കുറെ തണുത്ത വെള്ളവുമായി ആ ഉമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതാ മകൻ എഴുന്നേഞ്ഞ് ഉമ്മയുടെ കാലിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഞാനാണ് ഉമ്മ, ഉമ്മയുടെ പാവിയായ മകനാണ് ഞാൻ, പാവിയായ മകനാണ് ഉമ്മ. ഉമ്മ എന്നോട് പൊരുത്തപ്പെടണം, ഉമ്മ എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ തെറ്റുകാരനാണ്, ഉമ്മയുടെ അനുവാദമില്ലാതെ ഹജ്ജിന് പോയവനാണ്. അപ്പോൾ ആ ഉമ്മ പറയുന്നു, അല്ലാഹുവിനോട് വീണ്ടും ദ്വാരക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മകന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ, എന്റെ മകൻ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. ഇങ്ങനെ എന്റെ ഈ മകന്റെ ഈ മോശമായ മുഖം കാണിച്ചുകൊണ്ട് ഞങ്ങളെ ദുനിയാവിൽ വശവാക്കല്ല അല്ലാഹ്. അപ്പോഴേക്കും അല്ലാഹു അവരെ 2 പേരെയും മരിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്താണ്? മാതാപിതാക്കളെ അനുസരിച്ച്, മാതാപിതാക്കൾക്ക് വഴിപ്പെട്ട്, മാതാപിതാക്കളെ തൃപ്തിയിൽ മരിച്ചാൽ, ജീവിച്ചാലും മരിച്ചാലും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ആഖിറവും ദുനിയാവും കഷ്ടത്തിലാണ്. അതല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബർസ്ഥാനിലൂടെ റസൂലുള്ള നടന്നു പോകുമ്പോൾ അതാ ഒരു ഖബറിൽ നിന്നും കേൾക്കുന്നു, ഒരു അശ്ലീലിലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. മദീനത്തെ ഖബർസ്ഥാനിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, നബിയെ അങ്ങനെ രക്ഷിക്കണം, നബിയെ, നബിയെ, അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ്, അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെക്ക് എന്നെ രക്ഷിക്കണം നബിയെ, ഞാൻ വലിയ കഷ്ടത്തിലാണ്. അപ്പോൾ മഹാനായ മുത്തുനബി ഞാൻ നിർത്തുകയാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ വിളിച്ചിട്ട് പറയുകയാണ്, നാളെ ഈ മദീനയിൽ പ്രഖ്യാപിക്കണം, നാളെ എല്ലാവരും അവരുടെ കുടുംബക്കാരിൽ നിന്ന് മൺമറഞ്ഞു പോയവനെ ഖബർസ്ഥാനിൽ വന്ന് എല്ലാവരും ഖബർ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ പറയണം. അങ്ങനെ എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം രാവിലെ മദീനയിലെ ഖബർസ്ഥാനിൽ നേരത്തെ വന്ന് ഹാജറായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആ ഖബർസ്ഥാനിൽ നിൽക്കുകയാണ്. എല്ലാവരും അവരവരുടെ ബന്ധുക്കാരെ ഖബർ സിയാറത്ത് ചെയ്ത് അവരങ്ങ് പോയി. പക്ഷേ ഈ ഖബറിന്റെ അടുത്ത് ആരും വന്നില്ല. ആരും ഈ ഖബർ സന്ദർശിക്കാൻ ആരും വന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖബറിന്റെ അടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണ്, കുറച്ചു നേരം താമസിക്കുകയാണ്. അപ്പോഴതാ ഒരു കിഴവിയായ ഉമ്മ നടന്നു വരികയാണ്. അവര് മദീനയിലെ കല്ലുകളെ തട്ടി അവര് വടിയും കുത്തിയതാ ഖബർസ്ഥാനിലേക്ക് കടന്നു വരുന്നു. അവരോട് റസൂലുള്ള ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത്? ആ ഉമ്മ പറയുകയാണ്, എന്റെ മകനാണ് ഈ ഖബറിൽ കിടക്കുന്നത്. അല്ല ഉമ്മ, നിങ്ങളെ മകൻ മരിക്കുമ്പോൾ നിങ്ങളുമായി വല്ല പ്രശ്നത്തിലുമുണ്ടായിരുന്നോ? നിങ്ങളുമായി വല്ല പിണക്കത്തിലുമായിരുന്നോ? നിങ്ങളെ മകനിലാ ഖബറിൽ വല്ലാത്ത ശിക്ഷയിലാണ്. അപ്പോൾ ആ ഉമ്മ പറയുകയാണ്, എന്റെ മകൻ എവൻ എന്നത് ഒരു ദിവസം അവൻ എന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും വിട്ടുപുറത്തു കൊടുക്കൂല. റസൂലുള്ള പറയുകയാണ്, ഉമ്മ, നിങ്ങളെ മകൻ വലിയ കഷ്ടത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുന്നു, ഞാൻ നബിയെ എന്ത് പുറത്തു കൊടുത്താലും ഞാൻ അവനിക്ക് ഈ വിഷയം പുറത്തു കൊടുക്കൂല. റസൂലുള്ള ഒരുപാട് വട്ടം പറഞ്ഞിട്ടും ആ ഉമ്മ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കരുണ നമ്മളൊന്ന് നോക്കണേ. റസൂലുള്ളാഹിക്ക് പറയാം, മകളുടെ ഇവന് എനിക്കെന്തിനാ? പക്ഷേ നബി പറഞ്ഞില്ല. ആരാണ് നബി? നമ്മളെ വല്ലാതെ സ്നേഹിച്ച മുത്തുനബി പറഞ്ഞില്ല. റസൂലുള്ള പറയുകയാണ്, ഉമ്മ, നിങ്ങളെ കാൽ ഉമ്മയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിസത്ത് പ്രകാരം ആ ഉമ്മയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അടുത്തേക്ക് ഇരുത്തുകയാണ്. ആ ഖബറിന്റെ അടുത്ത് ആ ഉമ്മ അങ്ങോട്ടിരുന്നപ്പോൾ ആ ഖബറിൽ നിന്നും ഇതാ അദാബിന്റെ വിളി കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങനെ സഹായിക്കണം നബിയേ. ഉമ്മ ഇതാ പറയുന്നു, എന്റെ മകനിനാ പൊഴുത്തു കൊടുത്തു. അതാ ഖബറിൽ നിന്നും അപ്പോഴാ പറയുകയാണ്, ആ ഖബർ ശിക്ഷ അനുഭവിച്ച മകൻ പറയുകയാണ്, ജസാഖല്ലാഹു ഖൈർ, ജസാഖല്ലാഹു ഖൈർ. നബിയേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഖബറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരോട് കൃപ കാണിക്കണം, അവരെ ബഹുമാനിക്കണം. ആരെങ്കിലും മാതാപിതാക്കളുമായി പിണക്കെത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ ആ പിണക്കം മാറ്റിയിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട്, ഉമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ഉമ്മാനോട് പറഞ്ഞാൽ ആ ഉമ്മ പത്തിലെ ചോദിക്കുന്നത് എന്താണ്? മകനെ, നീ ചോറ് കഴിച്ചോ? നിനക്ക് വയറുവിശപ്പ് മാറിയോ എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. അല്ലാതെ ആ ഉമ്മക്ക് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ദുആവസിയത്തോടുകൂടി വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനത്തെ കാലഘട്ടം എത്തിപ്പോയി. ഉമ്മ, ആ ഉമ്മ എന്ന് പറയുന്നത് വളരെ പവിത്രമുള്ള ഒരു സാധനമാണ്. ആ 10 മാസം വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഉമ്മ ഗർഭം ചുമന്നാണ് നമ്മളെ വല്ലാതെ ഗർഭം ചുമന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മളെ പോറ്റി വളർത്തി ഇത്രയും നിലയ്ക്ക് എത്തിയത്. നമ്മളൊക്കെ ഇച്ചിരി അങ്ങോട്ട് ഗ്ലാമറൊക്കെയായി
മൂക്കിന് താഴെ പൂടയൊക്കെ ഒന്ന് ഇടിച്ചപ്പോ നമുക്ക് പിന്നെ മാതാപിതാക്കളെ